നമസ്കാരം. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. അന്ന് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനായ മുസ്തഫ ഖമേനി. പിന്നീട് മുസ്തഫ ഖമേനിയെ അയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി ഇറാൻ സർക്കാർ പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ മുസ്തഫ ഖമേനി എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ആർക്കും ഒരു രൂപവുമില്ല. ആക്രമണം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ മുസ്തഫ ഖമേനിക്ക് ഗുരുതരമായി പരിക്കേറ്റുവന്നു. അദ്ദേഹം കോമാ സ്റ്റേജിലാണെന്ന് നമുക്കുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. എങ്കിൽ പോലും മുസ്തഫ ഖമേനി ഒരിടത്തും പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. ഏതാനും നാളുകൾക്ക് മുമ്പ് നടന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം പിതാവിൻ്റെ സംസ്കാര ചടങ്ങിൽ പോലും മുസ്തഫ ഖമേനി പങ്കെടുത്തിരുന്നില്ല. തുടർന്ന് വ്യാപകമായ തോതിൽ മുസ്തഫ ഖമേനി മരിച്ചുവെന്നും അതല്ലെങ്കിൽ മരണാസന്നനാണ് എന്നുമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിനെല്ലാം മറികടക്കാനായിരിക്കാം കഴിഞ്ഞ ദിവസം മുസ്തഫ ഖമേനിയുടെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. ഇറാൻ സർക്കാർ തന്നെയാണ് ഈ വീഡിയോ പുറത്തുവിട്ടത്. 15 സെക്കൻഡ് ദൈർഘ്യമുള്ളതാണ് ഈ വീഡിയോ. ഇതിൽ മുസ്തഫ ഖമേനി ഒരു സ്ഥലത്ത് ഇരിക്കുകയും അതിന് ചുറ്റും ഒരു സംഘം ഇറാൻ നേതാക്കൾ ഇരുന്ന് സംസാരിക്കുന്നതുമായിട്ടാണ് കാണുന്നത്. എന്നാൽ ഈ വീഡിയോയിൽ നടത്തുന്നതിന് അതിൻ്റെ തീയതിയോ ചിത്രീകരിക്കപ്പെട്ട സ്ഥലമോ ഒന്നും തന്നെ വിശദമാക്കിയിട്ടില്ല. മുസ്തഫ ഖമേനി ഇപ്പോഴും ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഇറാൻ സർക്കാർ, പ്രത്യേകിച്ച് ഇറാനിലെ പ്രധാനപ്പെട്ട സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGC തന്നെ ആയിരിക്കാം ഈ വീഡിയോ പുറത്തുവിട്ടത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ വീഡിയോയുടെ ആധികാരികതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. പലരും പറയുന്നത് കഴിഞ്ഞ ഫെബ്രുവരി 22-ന് മുമ്പ്, അതായത് അമേരിക്കയും ഇസ്രായേലും ഇറാൻ ആക്രമിക്കുന്നതിന് മുമ്പുള്ള ഒരു ചിത്രമാണ് ഇത് എന്നാണ് ഇപ്പോൾ പലരും ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, മുസ്തഫ ഖമേനിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായി ആധികാരികമായി ഇറാൻ സർക്കാർ ഒന്നും തന്നെ പറയുന്നതുമില്ല. കൂടാതെ കഴിഞ്ഞ മാസം ഇറാൻ പ്രസിഡന്റ് പെഷസ്കിയാൻ താൻ മുസ്തഫ ഖമേനിയെ സന്ദർശിച്ചതായിട്ടും പല കാര്യങ്ങളും ചർച്ച ചെയ്യായിട്ടും ഒക്കെ മാധ്യമങ്ങൾ അറിയിച്ചിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ പലതും പരസ്പര വിരുദ്ധമായിരുന്നു. ആദ്യം പറഞ്ഞതിൽ നിന്ന് ഒരു ബന്ധുമല തീയതിയിലാണ് താൻ ചർച്ച ചെയ്തതായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് പുറത്തു വന്നത്. അപ്പോൾ തന്നെ പലരും സംശയിച്ചിരുന്നു. ഇതുകൂടാതെ ഇറാനിലെ മുൻ പ്രസിഡന്റായ നെജാദിനെ അദ്ദേഹം ഇസ്രായേലിൻ്റെ ചാരനാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ വീട്ടു തടങ്കലിലാക്കിയിരിക്കുകയാണ് എന്നുള്ള വാർത്തകളും പരക്കുന്നുണ്ടായിരുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ എന്ത് വില കൊടുത്തും വിജയിക്കാനായി ഇറങ്ങി പുറപ്പെടുമ്പോൾ, അതായത് അമേരിക്കയെ ഒരു പാഠം പഠിപ്പിക്കാൻ നിൽക്കുമ്പോൾ, അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന സംയുക്തമായ ആക്രമണത്തെ ഇറാൻ ഇപ്പോഴും ചെറുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തങ്ങളുടെ പരമോന്നത നേതാവ് ആരോഗ്യവാനല്ല, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുന്നത് തങ്ങൾക്ക് തന്നെ ദോഷമാകുമെന്ന് കണ്ടുകൊണ്ട് ഈ IRGC ഉൾപ്പെടെയുള്ള സൈനിക വിഭാഗങ്ങളാണോ ഈ ഒരു ചിത്രം പുറത്തുവിട്ടത് എന്നാണ് ഇപ്പോൾ സ്വാഭാവികമായും സംശയം വരുന്നത്. കാരണം 15 സെക്കൻഡ് മാത്രമാണ് ഇതിലുള്ളത്. ഇനിയും കൂടുതൽ ദൃശ്യങ്ങൾ തങ്ങളുടെ കൈവശം ഉണ്ട് എന്നും അവ വലിയ താമസിയാതെ തന്നെ പുറത്തുവിടും എന്നുമാണ് ഇറാനിലെ സൈനിക വക്താക്കൾ പറയുന്നത്. എന്നാൽ എന്തുകൊണ്ട് ഈ 15 സെക്കൻഡ് വീഡിയോ മാത്രം ഇപ്പോൾ പുറത്തു വിട്ടു എന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരമില്ല. മുസ്തഫ ഖമേനി ആരോഗ്യത്തോടെ തന്നെ ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ ഈ മുഴുവൻ വീഡിയോയും ഇപ്പോൾ തന്നെ പുറത്തുവിടാമായിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ തീയതിയോ സ്ഥലമോ ഒന്നും തന്നെ വ്യക്തമാകാതെ വെറുതെ ഒരു വീഡിയോ 15 സെക്കൻഡ് എന്ന് നമുക്കറിയാം, വളരെ പെട്ടെന്ന് കടന്നു പോകുന്ന വളരെ ചുരുങ്ങിയ സമയത്തേക്കുള്ള ഒരു വീഡിയോ മാത്രം പുറത്തു വിട്ടുകൊണ്ട് ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നാണ് ഇപ്പോൾ അവരുടെ എതിരാളികൾ ഉയർത്തുന്ന ആരോപണം. പലരും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇതൊരു തട്ടിപ്പ് പരിപാടിയാണ് എന്ന് നിരന്തരമായി ആരോപണം ഉന്നയിക്കുന്നുമുണ്ട്. എന്നാൽ ഇറാൻ സർക്കാരാകട്ടെ അതിന് ഒന്നും തന്നെ മറുപടി പറയാൻ ഇനിയും തയ്യാറായിട്ടുമില്ല. ഏതായാലും ഇറാനിൽ അവിടുത്തെ ഭരണതലത്തിൽ വലിയ തോതിലുള്ള ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുകയാണ് എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഈ ഒരു ദൃശ്യങ്ങൾ. ഇത് മിക്കവാറും പഴയ ഒരു ദൃശ്യം തന്നെ ആകാൻ തന്നെയാണ് സാധ്യത. മുസ്തഫ ഖമേനി ആരോഗ്യത്തോടെ ഇരുന്ന സമയത്ത് അദ്ദേഹം ആരെങ്കിലുമായി ചർച്ച നടത്തുന്നതായിരിക്കാം ഈ ദൃശ്യങ്ങളെന്ന് വേണം കരുതാൻ. അദ്ദേഹത്തിന് അന്നത്തെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അദ്ദേഹം കോമാ സ്റ്റേജിലാണ് അന്ന് ആദ്യം വാർത്ത വന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ വയറിനും കരളിനും കാലിനുമൊക്കെ തകരാറ് സംഭവിച്ചു എന്നും ഒരു കാൽ നഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഒരിടത്തും അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ശബ്ദം പോലും പിന്നീട് ഒരിക്കലും റേഡിയോയിലൂടെ പുറത്തു വന്നിട്ടുമില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതും ഇറാൻ തങ്ങൾ തോറ്റിട്ടില്ല എന്ന് കാണിക്കുന്നതിനുണ്ട്, അല്ലെങ്കിൽ തങ്ങൾക്ക് ഇപ്പോഴും ഒരു പരമോന്നത നേതാവ് ഉണ്ട് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്ത ഒരു തട്ടിപ്പ് വീഡിയോ തന്നെയാണ് എന്നാണ് പലരും വിശ്വസിക്കുന്നത്.